SITക്ക് ആശ്വാസമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊപ്പം പിയാസുൽ കൂടിയുണ്ട്. പിയാസുലിൽ SITക്ക് ആശ്വാസം കിട്ടിയ മറ്റൊരു ദിവസം എന്ന് പറയാം അല്ലേ? അതായത് ഈ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ തുടർച്ചയായ ഹൈക്കോടതിയിൽ നിന്ന് SITക്ക് തഴുകലാണ് കിട്ടുന്നത്. പക്ഷേ പ്രതിപക്ഷം SITയെ വലിയ രീതിയിൽ സംശയിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിനു കൂടി കിട്ടിയ ഒരു തിരിച്ചടിയാണോ SITയുടെ ഈ ആശ്വാസം? SITക്ക് ആശ്വാസത്തിനൊപ്പം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയാണ് SIT നേരിട്ടത്. ഒന്ന്, ഈ SITയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്തുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു വശത്ത്, സർക്കാരിന്റെ സ്വാധീനം SITയിൽ ഉണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ ആ ആരോപണങ്ങൾക്കൊക്കെ ഏറ്റ ഒരു തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഹൈക്കോടതിക്ക് SITയിൽ യാതൊരു വിശ്വാസക്കുറവുമില്ല. SITയുടെ അന്വേഷണ നീക്കത്തിൽ ഹൈക്കോടതി തൃപ്തരാണ്. SIT ഈ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ മതിയെന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി പറയുന്നു. മാത്രമല്ല, ഈ കേസിൽ ഇനിയിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വൈകിയാൽ പോലും അത് കുഴപ്പമില്ല എന്ന് ഹൈക്കോടതി തന്നെ തീരുമാനിക്കുന്നുണ്ട്. കൂടാതെ ഈ ശാസ്ത്രീയ പരിശോധന വൈകിയാലും അതിന്റെ സമയമെടുത്ത് ചെയ്തോട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നുണ്ട്. ആ തരത്തിൽ SITക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു, SITക്ക് കൂടുതൽ ഒരു റിലീഫ് നൽകുന്നു. SITയോട് സ്വതന്ത്രമായി അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ പിന്തുണയും ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കേസിലെ ഏതെങ്കിലും പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോയാൽ അതും കുഴപ്പമില്ല എന്ന് ഹൈക്കോടതി പറയുകയാണ്. ഏതായാലും നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ പ്രസക്തമായ കാര്യം എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ധാരണ ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതിയുടെ മുമ്പിൽ SIT നൽകിയ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്, അതിന്റെ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണല്ലോ ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് SITക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാർ സ്വാധീനത്തിലാണ് SIT പ്രവർത്തിക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിന് ആരോപിക്കാൻ പറ്റില്ല. SITയെ ഇനി വലിയ പ്രതിരോധത്തിലാക്കി പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാനാകില്ല. ഏതായാലും SITക്ക് ഇനി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം, അന്വേഷണവുമായി ശക്തമായി മുന്നോട്ട് പോകാം. ഏതായാലും ഈ കേസിൽ തന്ത്രി ജയിലിൽ കിടക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തന്ത്രിയെ SITക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഈ കേസിലെ വലിയ വിജയമാണ്. ആരെയാണ് അറസ്റ്റ് ചെയ്തത്? ശബരിമലയിലെ തന്ത്രിയാണ് ശബരിമല ഭരിക്കുന്നത്. തന്ത്രിക്കൊക്കെ തന്നെ അന്ന് വലിയ പിന്തുണ, തന്ത്രി അറസ്റ്റിലായതിനു ശേഷം തന്ത്രിക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ച് തന്ത്രിയുടെ വീട്ടിൽ പോയ BJP നേതാക്കളെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ SITക്ക് കഴിഞ്ഞു എന്നത് വലിയ വിജയമാണ്. ഏതായാലും അതൊക്കെ ഹൈക്കോടതി വിലയിരുത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള അന്വേഷണം ഹൈക്കോടതി നിരീക്ഷിക്കും. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഇനിയുള്ള അന്വേഷണമൊക്കെ തന്നെ മുന്നോട്ട് പോവുക. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ നിയമസഭയിൽ നമ്മൾ ഇന്ന് കാണുന്നത് സ്വർണ്ണക്കൊള്ള ഉയർത്തി തന്നെയാണ് അവിടെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു, വലിയ പ്രതിഷേധമുയർത്തുന്നു. ഇന്ന് അവിടെ നിന്ന് കുറച്ചുകൂടി മാറി സോണിയാഗാന്ധിയെ അപമാനിക്കുന്നു എന്ന ഒരു ആരോപണത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയാണ്. അങ്ങനെ നിയമസഭയിൽ വലിയ നാടകീയ കാഴ്ചകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കാണുന്നത്. നിയമസഭാ കവാടത്തിൽ 2 MLA-മാരുടെ സത്യാഗ്രഹ സമരം തുടരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, സ്വർണ്ണക്കൊള്ള ഇനിയും ഇതുപോലെ ഉയർത്തിയിട്ട് കോൺഗ്രസിന് എത്ര നാൾ മുന്നോട്ട് പോകാനാകും, UDFന് മുന്നോട്ട് പോകാനാകും എന്നതാണ്. കാരണം നമുക്ക് സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു, SIT അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം നടന്നൊരു തട്ടിപ്പാണോ? അല്ല, അതിനു മുൻപുള്ള കാലത്തും ഇതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിന്റെ തുടക്കം ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? UDF സർക്കാർ ഭരിച്ച കാലത്ത് നിന്നാണ്. UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ഈ തട്ടിപ്പിന്റെ തുടക്കം എന്നൊക്കെ ഇന്ന് നമ്മുടെ TV പ്രസാദ് തന്നെ റിപ്പോർട്ട് ചെയ്ത പുതിയ വിവരമുണ്ടല്ലോ. അവിടുത്തെ താഴിക മണികൾ മാറ്റുന്നതിന് വേണ്ടി അവിടെ അന്നത്തെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അജയ് തറയിൽ അന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനുള്ള ഉത്തരവ് നൽകുന്നത്, നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ ആ കാലത്ത് തന്നെ തുടങ്ങി ആ തട്ടിപ്പ് പിന്നീട് LDF സർക്കാർ ഭരിച്ച സമയത്തെ ദേവസ്വം ബോർഡിന്റെ കാലത്ത് നടന്നു. അതുകൊണ്ട് LDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ ദേവസ്വം ബോർഡിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിനു മുൻപുള്ള UDF സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടെത്തിയത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി സ്വതന്ത്രമായ അന്വേഷണം പ്രഖ്യാപിച്ചു, SIT രൂപീകരിച്ചു, അതിനായി ഉദ്യോഗസ്ഥരെയും തീരുമാനിച്ചു. അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു. എത്ര പേരെ അറസ്റ്റ് ചെയ്തു? CPM നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടില്ലേ? അതുകൊണ്ട് SITയുടെ കാര്യത്തിൽ ഹൈക്കോടതിക്ക് ഏതായാലും ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ പ്രതിരോധത്തിലായത് UDFും BJPയുമാണ്. ഈ കേസ് CBIക്ക് വിടണമെന്നാണ് BJPയും അതുപോലെ തന്നെ UDFും കോൺഗ്രസും ഒക്കെ ആവശ്യപ്പെട്ടത്, അല്ലേ?
ഡൽഹിയിലെത്തുമ്പോൾ BJP ഏറ്റവും വലിയ ശത്രു, കേരളത്തിലെത്തുമ്പോൾ CBI ഏറ്റവും വലിയ മിത്രമാകുന്നത് എങ്ങനെയാണ് എന്റെ ഒരു സംശയമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനോട് ഇന്നിപ്പോൾ വന്ന വഴിക്ക് തിരിച്ചു പോകാൻ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കേസിൽ ഒരു CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല, SIT അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് വളരെ വ്യക്തമായി തന്നെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേസ് വിധി പറയാനായി ഹൈക്കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ഹൈക്കോടതി നോക്കിക്കോളും. അക്കാര്യത്തിൽ ഇനി സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ല. ഏതായാലും ഇന്ന് നിയമസഭയിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ഉയർത്തി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഇനി സ്വർണ്ണക്കൊള്ള മാത്രമാണോ ഒരു വിഷയം? കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, ഒരു പൊതു ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. ആ പൊതു ബജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല. കേരളത്തിന് ഒരു ആമയെ മാത്രമാണ് കിട്ടിയത് എന്ന് ഇപ്പോൾ വലിയ വിമർശനം ഉയരുമ്പോൾ, ഇത്തരം വിഷയങ്ങളിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ ഈ UDF ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ കേരളം ഭരിക്കേണ്ടത് UDF ആണ്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും? സാമ്പത്തികമായി എത്രത്തോളം പ്രതിസന്ധിയിലാണ് സംസ്ഥാനം? അപ്പോൾ അത് പരിഹരിക്കാൻ എങ്ങനെ നീങ്ങണം? ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റ് വിഷയങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത്തരം വിഷയങ്ങൾ തിരയുന്നതിൽ UDF അമ്പേ പരാജയമാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സ്വർണ്ണക്കൊള്ള തേഞ്ഞ് ഏതാണ്ട് ചെമ്പായി തീർന്നു പോയി കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നോക്ക്, ഈ ശബരിമല എന്ന് പറയുന്ന വിഷയം ആർക്കാണ് ഗുണം ചെയ്യുക? ശബരിമല എന്ന് പറയുന്ന വിഷയം കേരള രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് BJP-ക്കാണ്. ഈ ശബരിമല എന്ന് പറയുന്ന ഈ വിഷയം തുടക്കം മുതൽ തന്നെ ഉയർത്തിയാണ്, ഈ ടെമ്പിൾ പൊളിറ്റിക്സ് ഉയർത്തിയാണ് കേരളത്തിൽ BJP വേരൂന്നാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എത്ര ശബരിമല സംബന്ധിച്ച് UDF എത്ര മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, ആ ഓരോ മുദ്രാവാക്യങ്ങളും BJP-ക്ക് ഓരോ വോട്ടായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം, കേരളത്തിൽ BJP-യെ വളർത്താൻ വേണ്ടി മാത്രമാണോ ഈ UDF ഈ ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നതെന്നാണ്. നോക്കൂ, മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇപ്പോൾ ഒപ്പിട്ടു എന്ന് പറയുന്നു. യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ വന്നു. ഭക്ഷ്യ എണ്ണ തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു. കേരളത്തിലെ നാളികേര കർഷകർ പട്ടിണിയിലാകാൻ പോവുകയാണ്. വലിയ പ്രതിസന്ധിയാണ് കേരളം നേരിടാൻ പോകുന്നത് ഈ വ്യാപാര കരാറൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ഇരിക്കുകയാണ്. ഒരു നിയമസഭാ കാലം മുഴുവൻ ഒരു സ്വർണ്ണക്കൊള്ള എന്നൊരു വിഷയം ഉയർത്തി ഇപ്പോൾ UDF മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സോണിയാഗാന്ധി അപമാനിച്ചു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. നോക്കൂ, കേരള നിയമസഭയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം സോണിയാഗാന്ധി അപമാനിച്ചു എന്നതാണ്. 2015 എന്നിട്ട് ഇന്ന് കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഘർഷ സാഹചര്യങ്ങളെയൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ന്യായീകരിക്കുന്നത്, മുൻപ് 2015 കേരള നിയമസഭയിൽ കാണിച്ച ആളുകൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് 2015 കാണിച്ച കേരള നിയമസഭയിൽ നമ്മൾ ആരും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളോട് മത്സരിക്കാനാണോ VD സതീശൻ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് എന്റെ ഒരു ചോദ്യം. ഇന്നിപ്പോ സ്പീക്കർ ഷംസീർ പറയുന്നുണ്ടല്ലോ എനിക്കൊരു അടി കിട്ടിയെന്ന്. അപ്പോൾ ഷംസീറിന് വല്ല അടി കിട്ടിയ സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരള നിയമസഭയിൽ സ്പീക്കർക്ക് ഹെൽമറ്റ് ഒക്കെ ഇട്ട് വരേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്നൊരു എന്റെ ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഇതിവിടെ ഒരു രാഷ്ട്രീയ ചോദ്യം എന്ന് പറയുന്നത്, ഈ ശബരിമല എന്ന് പറയുന്ന വിഷയം ഒരിക്കലും UDF-ന്റെ ഒരു രാഷ്ട്രീയമല്ല. ശബരിമല എന്ന് പറയുന്ന വിഷയം ഇതുപോലെ ഉയർത്തുമ്പോൾ കേരളത്തിൽ വളരുന്നത് BJP-യാണ്. അത് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രാഷ്ട്രീയത്തിന്റെ വിജയമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വിട്ടുപിടിച്ച് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകാൻ കേരളത്തിൽ UDF തയ്യാറാകണം. അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലേക്കാണ് UDF പോകേണ്ടത്. അതല്ലാതെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ UDF ഇനിയെങ്കിലും ഒരു പുനരാലോചന നടത്തി ഒരു പുതിയ നിലപാടിലേക്ക് മാറുന്നതാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ പ്രധാനമായും ചെയ്യേണ്ടത്. SIT-യെ വിട്ടുപിടിക്കുന്നതാണ് തൽക്കാലം നല്ലത്. കാരണം SIT-ക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വലിയ പ്രഹരമാണ് UDF-നും BJP-ക്കും ഒക്കെ തന്നെ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി ഇപ്പോഴത്തെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കേരളത്തിൽ BJP-യെ വളർത്താനുള്ള ഒരു വഴിവെട്ടുന്ന ഒരു സമീപനം UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്നാണ് എന്റെ അഭ്യർത്ഥന. Meet the editors.